വി.ഡി. സതീശന് മുസ്ലിം ലീഗ് പിന്തുണ കൊടുക്കുന്നു പറഞ്ഞാൽ മുസ്ലിം പൊതുസമൂഹത്തിനകത്ത് വി.ഡി. സതീശനാണ് നമ്മുടെ ആൾ എന്ന് പറഞ്ഞ് മീഡിയ വണ്ണും മാധ്യമവും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നരേറ്റീവ്. ആ നരേറ്റീവാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള രണ്ട് വാചകങ്ങൾ. ഒന്ന്, ജനപിന്തുണ വി.ഡി. സതീശന് കൂടുതലാണ് എന്ന് പറഞ്ഞേക്കണം. അതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകളും ഇത്ര നാൾ പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കീഴ്വഴക്കവും കൂടി നോക്കണം എന്നാണ് രണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അവരുടെ യോഗം ചേർന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം മുസ്ലിം പൊതുസമൂഹത്തിന്റെയും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും മുസ്ലിം പൊതുസമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ നിരവധി പേർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ കാന്തപുരത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ വേറെ അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് പിണറായി വിജയൻ തന്നെ ഭരിച്ചാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും വലിയ സപ്പോർട്ട് യഥാർത്ഥത്തിൽ സതീശന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഓൾറെഡി മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ ചേർന്നുള്ള ഒരു ഭരണമായിരിക്കും ഇത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് വളരെ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കെ അഷ്റഫിനെ പോലും പിന്തുണച്ചതും അവിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടാണ് SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ഓക്കെ, നേമത്ത് ഇവർക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേമത്ത് ഇപ്പൊ ശിവൻകുട്ടിക്ക് പിന്തുണ കിട്ടിയാലും CPM ഭരിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ SDP ആണ് ഭരിക്കണമെന്ന് ആരും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഭരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസമുദായിക സംഘടനകൾക്ക് അവിടെ ചെന്ന് പറയാനോ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നമാണ്. കാരണം ഒരു പ്രോ ഹിന്ദു പരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രോ സംഘപരിവാർ രാഷ്ട്രീയം ഒക്കെ തന്നെ വളരുന്നതിന് ഹിന്ദു പരിവാറിലെ സംഘപരിവാർ രാഷ്ട്രീയം വളരുന്നതിന് ഇത് വലിയ തോതിൽ ഇടയാക്കും എന്നുള്ളതാണ് വാസ്തവം.